ചെറുപ്രായത്തിലിടാൻ വെച്ചപ്പോ അത് അന്നൊന്നും ഞങ്ങൾക്ക് ഡ്രസ്സിന് താല്പര്യമില്ല. അപ്പൊ ഞങ്ങൾ അന്നൊന്നും എത്തില്ല. കല്യാണം കഴിഞ്ഞു പിന്നെ അവര് ഇട്ടോ അങ്ങനത്തെ കൊണ്ടാണ് നീ ഇട്ടോ ഇങ്ങനത്തെ കൊണ്ടാണ്. ഹലോ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങൾ ഡേ മൈ ലൈഫാണ്. അപ്പോൾ ഞങ്ങൾ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടാ. അപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലേക്ക് എത്താം. അപ്പോൾ അവൻ വാഷ്റൂം പോയിട്ടുണ്ട്. അങ്ങനെ അവനും വന്നു. അപ്പോൾ ആദ്യം ഞാൻ പല്ലേക്ക് അത് കഴിഞ്ഞ് അവൻ പല്ലേക്കും. ഞങ്ങൾ അങ്ങനെയാണ്. മുന്നേ പറഞ്ഞപ്പോൾ കുറേ നെഗറ്റീവ് വന്ന കേസാണ്. ഞാൻ എന്തായാലും ഒരു ബ്രഷ് കൊണ്ട് പല്ലേക്കാന്നുള്ളതല്ലേ. പക്ഷെ എന്നാലും ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഒരു ബ്രഷ് കൊണ്ട് തന്നെയാണ് പല്ലേക്കുക. 2 ബ്രഷ് 3 ബ്രഷൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ശീലം. അതെന്തോ അങ്ങനെ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി പിന്നെ മുടിയൊക്കെ നീര് കെട്ടിയേക്കെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നമുക്ക് നല്ല വെള്ളമില്ലാത്തതാണ്. മുടിയൊക്കെ നന്നായി എപ്പോഴും ഈരി വയ്ക്കും. അല്ലെങ്കിൽ മുടി ആകെ ചുരുണ്ട് വൃത്തിയായി ചടി കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റില്ലല്ലോ ഇവിടുത്തെ വെള്ളത്തിലേ. അപ്പോൾ ഞാൻ മുടിയൊക്കെ ആദ്യം ഈരി സെറ്റാക്കണം. അപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി. മൊത്തത്തിൽ പെട്ടയോ എന്നൊരു സംശയം തോന്നിയപ്പോൾ മുടി വളരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള പരീക്ഷണത്തിലാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റോസ്മേരി വാട്ടറോ എന്താണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് മുടിയുമ്പോൾ മൊത്തം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും യൂസ് ചെയ്താൽ അത് നേരെ അവനും വേണം. അപ്പം പിന്നെ അവനും ഞാൻ അടിച്ചു കൊടുത്തു, എനിക്ക് അവനും അടിച്ചെന്നു. അങ്ങനെ ആൾ സഹകരിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഞാൻ മുടിയൊക്കെ നന്നായി ഈരി കെട്ടി വെച്ചിട്ടാ. അപ്പോൾ നമ്മൾ കാത്തുമോള് നല്ല ഉറക്കത്തിലാണ്. എന്താ അറിയില്ല, നമ്മള് രാവിലെ കഴിച്ചു. ഞാൻ എത്തി. അതൊന്നും നമുക്ക് ഇന്നത്തെ കാര്യം പറയാം. അത് പറയുന്നത് ഇന്നത്തെ കാര്യം പറയാം. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. നമ്മള് വീട്ടിൽ നിന്ന് സാധനങ്ങളല്ലേ ഇതൊക്കെ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്കിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാ. എത്ര പ്രോഡക്റ്റ് ഉണ്ടാവും? 2 3 5 പ്രോഡക്റ്റ് ഇത്ര ഉള്ളൂ കേട്ടാ. ഈ ഒരു കവറില് 5 പ്രോഡക്റ്റിന് എത്ര രൂപ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. വെറുതെ ഗസ് ചെയ്താൽ മതി. അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ വർക്കിന് കുറച്ച് അപ്ഡേഷൻ ആയിട്ട് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഡ്രസ് എടുത്താണ്. ഇത് നമ്മള് വർക്കിന് വേണ്ടിട്ട് ഒരു ക്രിമ്മർ വാങ്ങിയിട്ടുണ്ട് കേട്ടാ. അത് കേളിങ്ങിന്റെ ഇത് വെറൈറ്റി സാധനമാണ്. ഇപ്പൊ ഇതിനായിട്ടുള്ള ട്രയൽ വീഡിയോ ഞങ്ങൾ ഇറക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇതൊക്കെ ഇനി പെട്ടിയിൽ കയറ്റണം. പിന്നെ കാത്തുന്റെ ഡ്രസ് ഒന്നും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം വർക്കിന്റെ ഡ്രസ്സൊക്കെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടുത്തെ ഡ്രസ്സുകളും കലാവിരുദ്ധമാണ് ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഇതൊക്കെ ഒതുക്കണം. പിന്നെ നമ്മളെ വർക്കിംഗ് സ്റ്റാൻഡില് പെട്ടികള് അങ്ങനെ ഇതൊക്കെ ഒതുക്കണം. ഇന്നലെ 1:30 വരെ ഇരുന്നിട്ടാണ് ഇതൊക്കെ മുകളിലേക്ക് കൊണ്ടുവന്നു വെച്ചാൽ. ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒക്കെ എടുത്ത് പിന്നെ വെള്ളം ബോട്ടിലുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഇന്ന്. ഇനി ആദ്യത്തെ പരിപാടി എന്താ ആദ്യത്തെ മീനും നാളികേരൊക്കെ വെച്ചിട്ടുണ്ടാലാണ് ഉച്ചക്കുള്ള ഫുഡ് ആവണോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒതുക്കാൻ പറ്റും. രാവിലത്തെ ഫുഡ് സെറ്റ് ചെയ്യാം. എന്തൊക്കെയാ വേണ്ടത്? മീൻ വേണം. മീനോ ചിക്കൻ പറഞ്ഞ ഇഷ്ടപ്പെടും. മീനായാലും ഇവിടെ വൃത്തിയാക്കി തരുമോ? കട്ട് ചെയ്ത് തരും. നാളികേരം ഒന്നും ഉണ്ടല്ലോ. തൽക്കാലം ഇപ്പൊ ഞാൻ ചോറ് വയ്ക്കാം. ഇത് നമുക്ക് ഉണ്ടാവും ഉപ്പും കാരണം കുറച്ച് സാധനം മേടിക്കാണ്ട് പച്ചക്കറിയൊക്കെ. ഞാൻ തൽക്കാലം ചോറ് ഇതൊന്നും വൃത്തിയാക്കണ്ടേ? ആദ്യം ഞാൻ തക്കാളി തവണ കാറ്റൊക്കെ വൃത്തിയാക്കാൻ പറ്റും. ഒന്നും പറ്റില്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് വൃത്തിയാക്കാൻ പറ്റും. അപ്പം എന്തായാലും പണി എനിക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുക്കളയില് അവളുടെ പണിക്ക് പോവാം. പിന്നെ നേരെ അടുക്കളയിൽ പോയി. അപ്പോൾ അമ്മയ്ക്ക് എന്നുള്ള പരാതിയാണ് ഞാൻ വീട്ടിൽ ചോറ് വെക്കണില്ല എന്നുള്ളത്. അമ്മയുടെ വിചാരം ഞാൻ മടിച്ചായതുകൊണ്ടാണെന്നാണ്. പക്ഷേ ഇവിടെ ചോറ് അങ്ങനെ വെച്ച് വലിയ ചിലവാവില്ല. എന്നെ കെട്ടുവിനും അങ്ങനെ ചോറ് ഇഷ്ടമല്ല. ഓരോ ദിവസത്തെ മൂഡ് അനുസരിച്ചാണ്. പിന്നെ അതിനോട് ചോദിച്ചു പറഞ്ഞു ചോറ് വെച്ചോ
കുഴപ്പമില്ല പറഞ്ഞു. പിന്നെ എന്നെ എല്ലാവരും കളിയാക്കെന്ന് പറയുമ്പോൾ അവന് വിഷമമായി തുടങ്ങി. അവൻ കാരണം അല്ലെങ്കിൽ ചോറ് വയ്ക്കാൻ പറ്റാത്ത കാരണം ഞാൻ 2 വട്ടം ചോറ് വെച്ചപ്പോൾ എടുത്ത് കളയലായിരുന്നു എൻ്റെ അവസ്ഥ. കാരണം ആരും ചോറ് ഉണ്ണല്ലേ, കാരണം അവന് ചോറ് എന്ന് വെച്ച് കണ്ടുകൂടാ. അവന് തീരെ ഇഷ്ടമില്ലാത്ത ഫുഡാണ് ചോറ്. അപ്പം അതുകൊണ്ട് ഞാൻ വെക്കാത്തത്. അപ്പം അവസാനം എൻ്റെ അമ്മ കളിയാക്കി തുടങ്ങിയപ്പോൾ അവന് വിഷമമായിട്ട് അവൻ പറഞ്ഞു, ഇട്ട് നീ ചോറ് വെച്ചു ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവഎനിക്ക് കട്ടൻ ചായ വെച്ചില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ കുറച്ച് കട്ടൻ ചായ കുടിച്ചൊരു ഉഷാറാന്ന് വെച്ചിട്ട് ചായ വെക്കുന്നുണ്ട്. കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഞാൻ കഴുകുന്നൊക്കെ നമ്മൾ പൈപ്പ് വെള്ളത്തിൽ കഴുകി അത് കഴിഞ്ഞ് നമ്മൾ നല്ല വെള്ളത്തിലാണ് ഞാൻ ചോറ് അടുപ്പത്തിടുന്നത്. കാരണം നമുക്ക് എല്ലാം കൂടിയിട്ട് മേടിക്കണ വെള്ളത്തിൽ ചെയ്യാനും പറ്റില്ല. വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാന്ന് വെച്ചാൽ എളുപ്പമല്ല. ഞങ്ങൾ ഇന്നാൾ കൊടുന്ന വെള്ളം തന്നെ ഇപ്പോഴത്തെ റോഡ് ഗുണം കൊണ്ട് ആകെ വീണ് വണ്ടിയിൽ മൊത്തം വെള്ളം പോയിട്ടാണ് മറിഞ്ഞ് വീണ്. അപ്പം അതുകൊണ്ട് അത് നമുക്ക് എപ്പോഴും നടക്കുന്ന കേസല്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാത്തുവിന് രാഗി കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നു. അപ്പം ഞാൻ ഇന്ന് ചെറിയൊരു ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുക എന്നുള്ള പ്ലാനിൽ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. കാരണം അപ്പോൾ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കുറുക്കുണ്ടാക്കി കൊടുക്കാമല്ലോ. സിർലാക്ക് ആൾക്ക് ഇഷ്ടമാണ്, ആപ്പിളിൻ്റെ സിർലാക്ക് ഇഷ്ടമുള്ളൂ. എൻ്റെ ഇവിടെ ഉള്ളത് റൈസിൻ്റെ ആണ്, വീട്ടിലുള്ള ആപ്പിളിൻ്റെ. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചെറുപയറുപ്പേരി ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. ആദ്യം ഞാൻ ചോദിച്ചു കടലുപ്പേരി, പക്ഷെ കടല വെള്ളത്തിലിടാത്താനും പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെറുപയറുപ്പേരി ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ചെറുപയറൊക്കെ നന്നായി കഴുകി സെറ്റ് ചെയ്യാട്ടോ. ഞാനൊക്കെ പൈപ്പ് വെള്ളത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കും. പക്ഷെ കാത്തുമ്പോൾ ഞാൻ ഫുള്ളും നമ്മൾ മേടിക്കുന്ന വെള്ളത്തോണ്ടായിട്ട് ഉണ്ടാക്കുന്നതും അവളെ ഡ്രസ്സ് കഴിയുന്നതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കും. പിന്നെ ഒക്കെ കൂടി അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എളുപ്പമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല വെള്ളം ചെറുപയറും ഈ പൊട്ടവെള്ളത്തിലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഉണ്ടാക്കും. ഇത് വേറെ എൻ്റെ വീട്ടിലെപ്പോഴും നല്ല വെള്ളമാണ്. ഇവിടെ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ പൊട്ട വെള്ളം ഇങ്ങനെ കിട്ടുന്നതും ഇനി അങ്ങനെ നല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. എനിക്ക് ആ ഒരൊറ്റ ചിന്ത കൊണ്ടാണ് നമ്മൾ വീണ്ടും നമ്മൾ സ്ഥലം തന്നെ മേടിച്ച്. കാരണം ഒരിക്കലും വെള്ളത്തിന് ക്ഷാമമോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ചായ എടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ കാത്തുമുള്ള എഴുന്നേറ്റ്. അപ്പോൾ ഞാൻ അവളെ വന്ന് നോക്കിയപ്പോൾ അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പാലോടുത്ത് വീണ്ടും അവളെ ഉറക്കിയിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോന്നു. അപ്പോൾ ഞാനും അവനോട് ചായ കുടിക്കട്ടെ. അപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റ് ചായയിൽ മുക്കി വയ്ക്കാൻ എനിക്കവന് ഇഷ്ടമാണ്. അപ്പം അത് ഞാൻ കഴിച്ചു. അതെൻ്റെ പിന്നെ അവൻ അവൻ ഓരോ ടൈമിൽ അവന് എപ്പോഴും ഇഷ്ടമല്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ട് നല്ല പ്രായത്തിൽ ഞാനാന്ന് വിചാരിച്ചപ്പോ എന്നെ കെട്ടിയോനെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഞാനൊന്നും ഇഷ്ടണ്ടായിരുന്നില്ല. കല്യാണത്തിന് മുന്നേ നല്ല പ്രായത്തിൽ ഇടാച്ചപ്പോ അന്നൊന്നും ഞങ്ങൾക്ക് ഡ്രസ്സിന് താല്പര്യമില്ല. അപ്പൊ ഞങ്ങൾ അന്നൊന്നും എത്തില്ല. കല്യാണം കഴിഞ്ഞു പിന്നെ അവര് ഇട്ടോ അങ്ങനത്തെ കൊണ്ടാണ് നീ ഇട്ടോ ഇങ്ങനത്തെ കൊണ്ടാണ് നീ ഇട്ടോ. അപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എനിക്ക് ഇടാൻ പറ്റിയ സിറ്റുവേഷൻ ഇല്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ലുക്ക് മാറ്റി പിടിച്ചിരിക്കുന്നതാണ്. അടിപൊളിയുണ്ട്. ഇപ്പൊ എന്റെ കിട്ടിയ പക്ക സപ്പോർട്ട്. നിനക്കത് ഇഷ്ടമാണോ ഇട്ടോ? അത് ചെറിയ ചെറിയ ഡിമാൻഡ് ഉണ്ട്. അത് ഒഴിച്ചു നോക്കി എല്ലാം ഇടാം. ഒരു കുഴപ്പം അവരോട് പറയില്ല. കല്യാണത്തിന് മുന്നേ ടൈറ്റുള്ള ഡ്രസ് പടങ്ങി അങ്ങനെ ഡ്രസ് പടങ്ങി മൊത്തം കലിപ്പത്തി കഥാരി എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ സെറ്റാക്കാം. അടിപൊളിയായിട്ട് നമുക്ക് അടിപൊളിയാക്കാം. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകളാക്കിയത് ആലോചിക്കാം. ഓക്കെ, സ്റ്റൈലുണ്ടല്ലേ? ഇഷ്ടപ്പെട്ട അഭിപ്രായം പറഞ്ഞോളാം. എന്തായാലും കൂടുതലും വലിയ നെഗറ്റീവാണ്, എന്നാലും കേൾക്കാൻ. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. വീടൊക്കെ പോയി അതിന്റെ മുന്നിലിരിക്കുക. നമ്മുടെ ഏകദേശം പെരിയുടെ പണിയൊക്കെ ആയി തുടങ്ങണുള്ളൂ. വേവിച്ച് വെച്ചിട്ടുണ്ട്, അരി വേവണുള്ളൂ. അത് ഞാൻ നടക്കള തറച്ചിട്ടോ. കിടക്ക ക്ലീൻ ആയിരിക്കണം. ഞാനും ബാക്കിയുള്ള പരിപാടി നോക്കാം. അപ്പം നാളികേരം വെട്ടിയാലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കെട്ടുവിനോട്. ഇട്ടാണ് ഉപ്പേവ കാച്ച. കറിക്കൊന്നും ഇവിടെ ഇല്ല. പേരൊന്ന് തക്കാളി കറി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ വർക്കിൻ്റെ പരിപാടിയിലാണ് എൻ്റെ കെട്ടുവൻ. നാളേരം കട്ട് ചെയ്ത് തരുമോ ഈ മനുഷ്യനോട്? പറഞ്ഞൊന്നും ചെയ്തു തരുന്നില്ല. കാര്യം നമ്മളെ കാത്തെഴുന്നേക്കുന്ന ഒരു അവാർഡ് കഴിഞ്ഞിരിക്കും. കാത്ത് കണ്ട നല്ല ഉറക്കത്തിലാണ്. ഇതൊക്കെ വൃത്തിയാക്കുന്നത് എവിടെ പറഞ്ഞു മനസ്സിലല്ലേ?
വീണ്ടും ഞാൻ എൻ്റെ ഡ്യൂട്ടി ഡ്രസ്സ് ഇട്ട് ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്നു കേട്ടോ. കാരണം നമുക്ക് അതിങ്ങനെ ഇട്ട് നോക്കിയിരുന്നോണ്ട് നമ്മളെ വീട്ടിലത്തെ പണികൾ തീരില്ല. കാത്തൊന്ന് എഴുന്നേറ്റ് അലമ്പാവുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീർക്കണം. അപ്പോൾ അവൻ വർക്കിൻ്റെതേ ഓരോന്ന് കൊടുന്ന് കാണിച്ചതിന് ഞാൻ കൊടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മടക്കി വയ്ക്കുക കേട്ടോ. കുറേ ഡ്രസ്സിലൊക്കെ വെള്ളമായിട്ടാ. കാരണം ഞാൻ പറഞ്ഞല്ലോ കുടിവെള്ളം കൊടുന്നതാണ്, അത് മറിഞ്ഞ് ആകെ വെള്ളം പോയി. അപ്പം അതിൻ്റെ ഇടയിൽ കുണിക്കോ ആരാണ്ട് കൊട്ടയിൽ വീട്ടിലത്തെ കപ്പും കാര്യങ്ങളും കൊടുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചു. അതേപോലെ ഇതിൽ കുണിക്കുന്ന ഡ്രസ്സ് വെട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചു പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഉപ്പേരി കാച്ചാണ്ട് ഞാൻ നാളികേരം വെട്ടിച്ചത് കേട്ടോ അവനോട്. എനിക്കിത് വെട്ടാനൊന്നും അറിയില്ല, എനിക്ക് പേടിയാണ്. നാളികേരം വെട്ടാൻ എനിക്ക് പേടിയാണ്. നാളികേരം പൊതിക്കാനും എനിക്കറിയില്ല, വെട്ടാനും എനിക്കറിയില്ല. അത് ഞാൻ വീട്ടിലുള്ളപ്പോൾ അമ്മയോട് അനിയനോട് ചെയ്യിപ്പിക്കും, ഇവിടെയുള്ളപ്പോൾ അവനോട് ചെയ്യിപ്പിക്കും. ബാക്കിയെല്ലാം ഞാൻ പഠിച്ചു. പക്ഷേ ഈ ഒരു കേസ് മാത്രം ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നാളികേരം ചെരുകാൻ വേണ്ടിയുള്ള പരിപാടികളും അതുപോലെ നമ്മളെ പാത്രത്തെ വെള്ളമൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മൂടി വയ്ക്കുകയാണ്. അതേപോലെ തന്നെ ആ ചോറ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് വാർക്കാൻ വെക്കണം. ഇത് പൊന്നേരി ആയതുകൊണ്ട് തന്നെ നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വാർത്ത് വെച്ചില്ലെങ്കിൽ വേവ് കൂടും. അപ്പം അതിൻ്റെ ഇടയിൽ കൈമിക്ക് കുറച്ച് ചൂടുകളൊക്കെ പോയി. പിന്നെ അത് ഞാൻ വലിയ മെയിൻ ചെയ്തില്ല. അത് ഞാൻ അവിടെ വെച്ച് വീണ്ടും ശ്രമം തുടങ്ങി. അപ്പോൾ എനിക്ക് അമ്മയ്ക്കൊരു ക്ലിപ്പ് മേടിക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഇതന്നെ പരിപാടി. കുറച്ച് ചോറും കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ എപ്പോഴും പോകും. തിളച്ച വെള്ളേക്കാൻ എനിക്ക് ടെൻഷനാണ്, പക്ഷെ എന്നാലും രക്ഷയില്ലല്ലോ, നമ്മൾ തന്നെ ചെയ്യണല്ലോ നമ്മളെ പണി. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ടൈറ്റാക്കി നിർത്താറ്. പിന്നെ ഇതാ ഞാൻ നാളികേരം ചെരുകയാണ്. എനിക്ക് ഭയങ്കര മടിയുള്ള കേസ് തന്നെയാണ് നാളികേരം ചെരുക എന്നുള്ളതും. പക്ഷെ ഒരു രക്ഷയില്ല, അവിടെ ഒതുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് അവനോടും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് ചെരുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് വീടടിച്ചുടയ്ക്കാൻ അതിനൊക്കെ 100,000 പണികളാണ്. എൻ്റെ മനസ്സ് മൊത്തം ഇങ്ങനെ പണികൾ ഓരോന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നാളികേരം ഞാൻ കുറച്ചധികം ചെരുകിയിട്ടാണ്. കാരണം ഉപ്പേരി കാച്ചാൽ മാത്രമല്ല കുറച്ച് ചമ്മന്തി അരയ്ക്കണമെന്നും കൂടിയും പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ നാളികേരം ഒരു മുറി ചെരുകി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവനെ വിളിച്ച് എനിക്ക് അടുത്ത മുറി നാളികേരം കൊടുന്നു തരും ഏട്ടാന്ന് വെച്ചിട്ട്. അപ്പോഴേക്കും അവൻക്ക് അടുത്ത മുറി നാളികേരം കൂടി തന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇരുന്ന് ചെരുകയാണ്. എനിക്ക് എന്ത് പണിയെടുക്കണമെങ്കിലും അമ്മ എപ്പോഴും പറയട്ടെ, അവൾ എന്ത് ചെയ്യണമെങ്കിലും അവനെ വിളിച്ച് ചെല്ലും ചെയ്യുന്നു. അതെന്തോ അങ്ങനെ ശീലം. ഞാൻ എന്ത് ചെയ്യണമെങ്കിലും എനിക്ക് എപ്പോഴേലൊക്കെ അവനൊന്ന് വിളിക്കണം, ഏട്ടാ എനിക്കതൊന്നും ചെയ്താടാ, ഇത് ചെയ്തായോന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചുവന്നുള്ളി തൊലി കളയാട്ടെ, വേറെ ഒന്നും തന്നെയല്ല. നമുക്ക് ഉപ്പേരി കാച്ചാൻ വേണ്ടിയിട്ടുള്ള ചുവന്നുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഉപ്പേരി കാച്ചി കഴിഞ്ഞിട്ടാണെങ്കിൽ ബാക്കിയുള്ള പണിയിലേക്ക് കിടക്കുക, അടിച്ചുടയ്ക്കാണ് 100,000 പണികൾ കണ്ട് ഇന്നത്തെ തലയൊക്കെ കറങ്ങിയൊരു പ്രാന്തായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ സംസാരിക്കുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തത്. പക്ഷേ അത് ഭയങ്കര ലെങ്ത് ആയപ്പോൾ ഈ വീഡിയോ മൊത്തത്തിൽ ലെങ്ത് ആവും തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഫാസ്റ്റാക്കിയിട്ട് ഡബ് ചെയ്യാമെന്ന്. അതാട്ടെ ഞാൻ ഡബ് ചെയ്യുന്നു. ഇവിടെ നമ്മളെ കാത്തുമോൾ കരയുണ്ട്. കാരണം അപ്പയും മോളും കൂടിയിട്ട് നടന്ന് പ്രാന്താകുമ്പോൾ അപ്പം ഒന്ന് ഇരിക്കും. അപ്പം മോള് കരയും. മോൾക്ക് തന്നെ ഇരിക്കാനേ പറ്റില്ല. അവൾ ഉറക്കം കഴിഞ്ഞ് പിന്നെ അവൾക്ക് മൊത്തത്തിൽ ശീലക്കണം. അവളെടുത്തോണ്ട് ഇങ്ങനെ നടക്കണം. പിന്നെ നമ്മൾ വീട്ടിലുള്ളപ്പോൾ എടുത്ത് നടക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണല്ലോ. അതൊന്നും ശീലിച്ച് വന്നിട്ടേ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവളെടുത്തോണ്ട് നടക്കണം. അപ്പോൾ പിന്നെ കുറേ മുന്നേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഓ ഞാനും എൻ്റെ കുട്ടീനെ മാക്സി തുമ്പുമ്പോൾ പിടിപ്പിച്ചിട്ടാണ് പണിയെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമുക്കൊരു മാക്സിമം പിടിക്കാനുള്ളൊരു അത്രയെങ്കിലും അതിൻ്റെ നമുക്ക് പേടിക്കാനില്ല. ഇതിപ്പോൾ ഭയങ്കര ചെറുതല്ല, അവൾ കരഞ്ഞ അവൾക്ക് നമ്മൾ തന്നെ അടുത്തെത്തണം എന്നുള്ളൊരവസ്ഥയാണ്. മറ്റേത് അവർക്ക് ഇങ്ങനെ നിലത്ത് ഇരിക്കാനും നിൽക്കാനും നടക്കാനൊക്കെ കഴിഞ്ഞ് അവരങ്ങനെ ഓടിക്കൊണ്ട് നടന്നോളൂല്ലോ, നമുക്ക് പേടിക്കണ്ട. അവിടെ ഒരു നമ്മൾ കണ്ണുണ്ടായാൽ മതി, വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. കാരണം കരയില്ല, അവർ കളിച്ചോളും. ഇതിപ്പോൾ അവൾ കരഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ എടുക്കണമാണ്. അപ്പോൾ പിന്നെ ഉപ്പേരി കാച്ചാൻ വേണ്ടിയുള്ള പരിപാടിക്ക് കിടക്കട്ടെ. ഞാൻ വിഷയം മാറി പോണു. അപ്പോൾ ഞാൻ ആദ്യം ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് ചതച്ച് വയ്ക്കുന്നുണ്ട്. അപ്പുറത്തെ നാളികേരം ഞാൻ ചെരുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ ഇവിടെ കാലത്തുമ്പോൾ ഭയങ്കര വാശന. പാത്രം വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയിലുണ്ടാക്കാം അല്ലെങ്കിൽ ഓയിലുണ്ടാക്കാം. എൻ്റെ വീട്ടിൽ അമ്മ എല്ലാ ഓയിലുകൊണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. ഫയർ ശീലം കൊണ്ട് ഞാനും ഓയിൽ തന്നെയാണ് ഒഴിച്ചത്. പിന്നെ അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളെ കാത്തുമ്പോൾ എത്തിയിട്ടാണ്. കാത്തുമുള ഉറക്കം കഴിഞ്ഞ് വന്നു. അപ്പോൾ എനിക്ക് 2 ഉമ്മയൊക്കെ തന്ന് കാത്തുമുളനെ ഞാൻ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കാരണം എണ്ണയുടെ അടുത്ത് നിൽക്കണ്ട, കൊണ്ടുപോയിക്കോ പറഞ്ഞു. അപ്പോൾ അതിനൊരു വീടിൻ്റെ മുന്നിൽ വന്ന് പിന്നെ അവർ അവിടെ എവിടെയോ പോയിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഏകദേശം ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുത്തിയ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഞാൻ എൻ്റെ പാത്രം ഞാൻ കുറച്ച് ദൂരെ കൊണ്ടുവച്ചു. കാരണം എപ്പോഴും എണ്ണ പോയി പൊട്ടിറിച്ച് വന്നിട്ടേ ഞാൻ തുടച്ച് എനിക്ക് ഭ്രാന്തായി. അപ്പോൾ ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ആ കുത്തിമുളക് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. ഒരു ടീസ്പൂൺ മതി. പക്ഷേ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല എരിവാണ്. എനിക്ക് എരി കുറയാൻ പാടില്ല, എരി കൂടിയാലും. പിന്നെ അതിന് ചെറുപയർ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാത്തുമുളക്ക് ചോറരയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നാളികേരം ആദ്യം കൂടി ഇടാൻ മറന്നു. ശരിക്കും മുളക് മൂത്ത് കഴിഞ്ഞാൽ എനിക്ക് നാളികേരം ഇട്ട് അതൊന്ന് മുപ്പിച്ചിട്ടാണ് ചെറുപയർ ഇടുക. ഞാൻ അത് മറന്നപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തു. എപ്പോഴായാലും നാളികേരം ഇട്ടാൽ മതിയല്ലോ എന്ന് ഞാൻ ചിന്തിച്ച് നാളികേരം ഇട്ട് കൊടുത്തു. ഇനിത്തെ വെള്ളമൊക്കെ വറ്റിയൊന്ന് സെറ്റാവണം. കാരണം എനിക്ക് ഗ്രേവി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അവന് തീരെ ഇഷ്ടമല്ല ഗ്രേവി. അവന് എപ്പോഴും ഗ്രേവി ഇല്ലാത്ത ഇഷ്ടം. അപ്പോൾ കുറച്ച് എരി കൂടുതലാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാ. ഞാൻ അതിന് എരി കൂടിയെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് പഞ്ചസാര ചോറെല്ലാം സെറ്റാക്കി. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് എനിക്ക് തന്നെ ചെറിയ സൈക്കിൾ കേട്ടോ. അപ്പോഴേക്കും എന്താ പാത്രങ്ങളൊക്കെ കഴുകി ഓരോന്ന് ഒതുക്കി വയ്ക്കുക. പിന്നെ ഞാൻ എന്താ നമ്മളെ കാത്തുമുളക് കുറുക്കിനുള്ളത് അരച്ച് വയ്ക്കണം. കാരണം അവളെ എഴുന്നേറ്റല്ലോ. അപ്പോൾ അത് ഞാൻ അരിച്ച് സെറ്റാക്കണം. അപ്പോൾ അതിന് ചെറിയ പാത്രവും അരിപ്പൊക്കെ എടുത്ത് സെറ്റാക്കണം. അപ്പോഴേക്ക് അമ്മ വിളിച്ചു കേട്ടോ. അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ അമ്മയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിച്ചാൽ എന്താ ഉണ്ടാക്കണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവിടുത്തെ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അവിടുത്തെ വിശേഷം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കാരണം ഇന്നലെ ലൈറ്റ് ചെയ്യുന്നതൊക്കെ എടുക്കുക ലൈറ്റ് ചെയ്യുന്ന എന്തൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ എഴുന്നേറ്റതൊക്കെ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടാ. കാരണം അമ്മ കളിയാക്കി ഞാൻ തോറ്റു. മടിച്ചാണ് നേരത്തെ എഴുന്നേക്കണില്ല ഫുഡ് ഉണ്ടാക്കണില്ല. അപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ ഞാൻ നല്ല കുട്ടിയാവുന്നുള്ള പ്ലാനിലെത്തി. കാരണം ഞാൻ മടിച്ചിട്ടൊന്നുമല്ല. നമുക്ക് ചിലപ്പോൾ നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ലൈറ്റ് ആയിട്ടൊക്കെ എടുക്കും. അപ്പോൾ ആ ഒരു ക്ഷീണത്തിൽ ഞാൻ ഉറങ്ങിപ്പോവും. പിന്നെ ചോറിൻ്റെ ചോദിച്ചാൽ അവൻ പറയും വേണ്ടാന്ന്. അപ്പോൾ ഞാൻ ചോറ് വയ്ക്കില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കും. പക്ഷേ അമ്മയൊക്കെ എന്നെ കളിയാക്കിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ മടിച്ചൊന്നുമില്ലല്ലോ എന്നുള്ള ദേഷ്യം വാശം കയറി ഞാൻ നല്ല കുട്ടിയാവാന്ന് തീരുമാനിച്ചു. അങ്ങനെ കാത്തുന് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ വന്നാട്ടാ. കാരണം അവളോട് ഭയങ്കര അലമ്പാണ്. അവൾക്ക് ഉറക്കം വന്നിട്ടാണോ എന്താണെന്ന് അറിയണില്ല. ഉറങ്ങണില്ല. ആളിങ്ങനെ അലമ്പ് കാണിച്ച് ഞാൻ ഡബ് ചെയ്യുമ്പോൾ കരഞ്ഞ് എൻ്റെ ഡബ്ബിങ് തെറ്റിക്കാനുള്ള പരിപാടിയിലാണ് അവള്. എന്നിട്ട് ഞാൻ ഇത് പറയുമ്പോൾ അവളവിടെ നിന്ന് ചെറുക്കിയാട്ടാ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കൂടുതലും കാണും പാത്രം മുറുന്നായിരിക്കും. കാരണം ഞാൻ 2 പാത്രം എടുത്ത് അത് അപ്പം തന്നെ കഴുകി വയ്ക്കണം എന്നുള്ള ശീലമുള്ള ഒരാളാണ്. കാരണം കുറേ പാത്രമായി കഴിഞ്ഞ് പിന്നെ ഞാൻ മോറില്ല. ഞാൻ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. എനിക്ക് ഭാഗം മടി പിടിക്കും. അപ്പം ഉള്ള പാത്രം അപ്പം കഴുകി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ആകെ മടി വരും കേട്ടോ. പിന്നെ ഞാൻ തന്നെ ഇതൊക്കെ ഇരുന്ന് പിന്നെ കഴുകണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം കൂടി കഴുകും. അങ്ങനെ അപ്പം മോളും ബാക്കിൽ വന്ന് നോക്കിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴെത്താന്നാണ് അവർ നോക്കുന്നത്. കാരണം ഞാൻ എത്തി കഴിഞ്ഞിട്ട് വേണം അപ്പേക്ക് മോളിൽ എൻ്റെ വന്നിട്ട് അപ്പേരെ പണി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പണി എപ്പോഴും തീരാന്ന് പിന്നാലെ വന്നിരുന്ന് നോക്കുന്നത്. അപ്പോൾ എന്നോട് ഇടയ്ക്ക് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അയ്യോ എന്തൊക്കെയോ പൊട്ടിച്ചെടുക്കണം അവിടെ. ഇവരിവിടെ ഞാൻ ഒതുക്കിട്ട സ്ഥലങ്ങളൊക്കെ വൃത്തിയേടാക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ വേസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നെടുക്കുന്നതൊക്കെ എടുത്ത് കളഞ്ഞ് ക്ലീനാക്കി വെക്കുന്നുണ്ട്. അപ്പം അമ്മ വിളിച്ചിട്ട് ഞാൻ ആ ഫോൺ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോഴാണ് കാണുന്നത്. അത് ഞാൻ ഉപ്പേരി മാറ്റി വെച്ച് ഞാൻ കുറുക്ക് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കും കേട്ടോ. പനക്കൽക്കണ്ടും പിന്നെ നെയ്യും കൂടി ഞാൻ ചേർത്തിട്ടാണ് ഞാൻ കുറുക്ക് ഉണ്ടാക്കുക. അപ്പോൾ അവൾക്കും ഇങ്ങനെ കുറച്ചേറെ മധുരമൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളൂ. അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ല തീരെ. ചിലരും മധുരം ഒന്നും ഇടില്ല ഫുഡിൽ. മധുരം ഉപ്പോ ഒന്നും ചേർക്കില്ല. ഇത്ര ടൈം ആയിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ മോൾക്ക് അതൊന്നും ഇല്ലെങ്കിൽ അവൾ ഫുഡ് കഴിക്കില്ല. അപ്പോൾ ചോറാണെങ്കിൽ ചെറിയൊരു ഉപ്പ് രുചി വേണം. ചെറിയൊരു ഉപ്പ് അതിൻ്റേതായിട്ട് ചെറിയ എരിവും ഉണ്ടെങ്കിൽ മാത്രമേ അവൾ ഫുഡ് കഴിക്കുള്ളൂ. അല്ലാതെ ചില കുട്ടികൾ എന്ത് ചെയ്യും ഒന്നും ഇല്ലെങ്കിലും അവൾ കഴിക്കില്ല. അത് നമ്മൾ ശീലിപ്പിച്ച ശീലമാണ്. അപ്പം ഞങ്ങൾക്ക് ചെറിയ മധുരമൊക്കെ ഇട്ട് കുറുക്കുണ്ടാക്കി സെറ്റ് ചെയ്യാം കേട്ടോ. കുറുക്കുണ്ടാക്കിയിട്ടാണ് അമ്മേനെ വിളിക്കാൻ. കാരണം അപ്പോൾ കോള് പെട്ടെന്ന് കട്ടായിപ്പോയി. അമ്മയ്ക്ക് അവിടെ ഏതോ കോള് വന്നപ്പോൾ വേഗം കോള് കട്ടായിപ്പോയി. പിന്നെ പോയിട്ടാണ് വിളിക്കുക അമ്മേനെ. ഞാൻ ഉപ്പേരി കഴിച്ചു വെച്ചു ചമ്മന്തുണ്ടാക്കാൻ പോകണുള്ളൂ. അപ്പോൾ അതാ അപ്പോഴേക്ക് ഞാൻ കാത്തുന് കുറുക്ക് കൊടുക്കാൻ വേണ്ടി കിടത്തിക്കുക. അപ്പം എനിക്ക് എങ്ങനെ കിടച്ചപ്പോൾ സുഖം കിട്ടിയില്ല. അപ്പം ഞാൻ തിരിഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ ഇരുന്നിട്ടാണ് എനിക്ക് കുറുക്ക് കൊടുക്കുക കേട്ടോ. ഇവിടെ വീട്ടിലുള്ളപ്പോൾ ഞാൻ തലവണക്ക് ഇട്ടിട്ടായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് കൊടുക്കണം. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെയും കഴിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ പോയാൽ ഇതേപോലെ തന്നെയാണ് ഇങ്ങനെ മടിയിൽ കിടത്തും. അപ്പം എനിക്ക് ആൾ ഫേസ് കാണാമല്ലോ. കറക്റ്റാൾ നോക്കാനോ വന്നാലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിർത്താൻ ഇപ്പം ചെറിയ ഐറ്റം ഒക്കെ കിട്ടുമല്ലോ കാലിന് മുട്ടുമെടുത്തുമ്പോൾ. അപ്പം അങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ്. അവിടെ മെയിൻറ്റ് ചെയ്യുമ്പോൾ അവൾ പിന്നെയും കഴിക്കാം. മെയിൻറ്റ് ചെയ്താൽ വേണ്ടി നടന്നു പോയി കഴിഞ്ഞാൽ അവളൊപ്പം ഫുഡ് അടി നിർത്തിട്ടോ. അങ്ങനെ അവസാനം ഞങ്ങളൊരു പ്ലാൻ ഇട്ടു.
എങ്ങനെ കുറുക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടി ഞങ്ങൾക്ക് ഇപ്പോഴാണ്. ഒരു 6 മാസമായിട്ട് അവളുണ്ടായി. പക്ഷേ ഇന്നാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയത് അവളിങ്ങനെ സെറ്റാക്കണം എന്നുള്ളത്. ആ ഒരു ഐഡിയ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അവൻ ഇങ്ങനെയൊന്ന് വർത്തമാനം പറഞ്ഞ് ഇപ്പോൾ അവളിരുന്ന് കഴിച്ചിരുന്നു. പിന്നെ അവൻ പോയപ്പോഴാണ് മനസ്സിലായത് അവൾ കഴിക്കില്ല എന്ന്. അപ്പോൾ പിന്നെ അവൻ വന്നിട്ട് പിന്നെ ഡാൻസും പാട്ടേ TV-യിൽ ഉറക്ക പാട്ട് വെച്ചിട്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവൾ ഫുഡ് കഴിക്കണമായിരുന്നു. ഞാനും ഇടയ്ക്കൊന്ന് കുലുങ്ങും, അവളിനെടുത്ത് കുലുക്കും. അപ്പോൾ അവൾ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി തീരുമാനിച്ചു, ഇനി കാത്തുന് ഫുഡ് കൊടുക്കുമ്പോൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ടാണ് ഫുഡ് കൊടുക്കുക. അല്ലെങ്കിൽ ശരിയാവില്ല, അല്ലെങ്കിൽ അവൾ ഫുഡ് അടിക്കില്ല. അപ്പം ഇങ്ങനെ ആവുമ്പോൾ പിന്നെ അവൾ കഴിക്കുമല്ലോ. അവളെന്തെങ്കിലും കഴിച്ച് കണ്ടാൽ മതി എന്നുള്ള ഒറ്റ ചിന്ത ഞങ്ങൾക്ക് 2 ആൾക്കുള്ളൂ. അപ്പം അതിനാൾക്ക് മതി അവളെ നോക്കാനും ചൊറിയുണ്ട്. അപ്പോൾ ഞാൻ നിർത്തി. ഏകദേശം എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഫുള്ള് അവൾ കഴിക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല. അവൾ അതിന് തടി വയ്ക്കണം, കുറേ ഫുഡ് കഴിച്ചാൽ അവൾ ഭയങ്കര തടിച്ചാണെന്നുള്ള ചിന്തയൊന്നുമില്ല. അവൾ കഴിച്ചപ്പോൾ മാറാനുള്ള ഫുഡ് അവൾക്ക് കിട്ടിയാൽ മതി. കാരണം കുറച്ച് പ്രതിരോധ ശേഷിയും കാര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിനാവശ്യത്തിലുള്ള കുറച്ച് ഫുഡ് കഴിച്ചാൽ മതി. പിന്നെ അവൾ നോക്കാനാൻ വന്നു ഞാൻ നിർത്തി. അല്ലാതെ ഞങ്ങൾക്ക് നോക്കാനാൻ വന്നാലും കുത്തി തിരികെ കൊടുക്കണ ശീലമൊന്നും എനിക്കില്ല കേട്ടോ. അവൾക്ക് ആവശ്യത്തിനുള്ള ഫുഡ് അത്രയ്ക്കുള്ളൂ. അതേ ഞാൻ പറഞ്ഞു അവനോട് എടുത്തിട്ടൊന്നും ഉണ്ണിനെടുത്ത് കൊട്ടാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ ഛർദ്ദിച്ചാലേ ഇത്ര നേരം ഞാൻ കൊടുത്തത് വെറും വെള്ളത്തിലായിപ്പോൾ. അങ്ങനെ വീണ്ടും അമ്മ വിളിച്ചു കേട്ടോ. അപ്പം ഞാൻ അമ്മയ്ക്ക് കാത്തുമള്ളി കാണിച്ചു കൊടുക്കണം. അപ്പം TV വെച്ചിട്ടുണ്ടായിരുന്നു. വശത്തും ഓൺ വോയിസ് കൊടുക്കാൻ വെച്ചിട്ടാ ഞാൻ TV-യുടെ ശബ്ദം കുറച്ച്, പക്ഷേ ഭയങ്കര ലാഗ് അടിപ്പിച്ചു. അതിനകത്തപ്പോൾ ഞാൻ ഫാസ്റ്റാക്കി. അപ്പോൾ അമ്മാമ്മ ഇരുന്നിട്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അമ്മാമ്മ ആദ്യം വിളിച്ച് ചോദിക്കുക എൻ്റെ മോൾക്ക് ഫുഡ് കൊടുത്തില്ലേ എന്നാ. കൊടുത്തിട്ടില്ല ഇങ്ങനെ ചീത്ത പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ അല്ല ഞാൻ നേരത്തോടുകൂടി ചെയ്ത് വെച്ചപ്പോൾ പിന്നെ അമ്മയ്ക്ക് തന്നെ ചീത്ത പറയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അമ്മ ചീത്ത പറയാനാ വിളിക്കാറ്. അപ്പോൾ അവരവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കട്ടെ. രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഇന്നലത്തെ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു അമ്മ. അപ്പോൾ അവർ ഫുഡ് അടിയാണ് അവിടെ. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഫോണൊക്കെ പിടിച്ച് ഓരോന്നും ഒതുക്കിയെന്ന് അറിയാനാണ്. ഇത് എനിക്ക് നല്ല ദിവസമായിരുന്നു. ഇന്ന് എനിക്ക് പണിയെടുക്കുന്ന നല്ല മൂഡുള്ള ദിവസമായിരുന്നു. ചില ദിവസം എനിക്ക് തീരെ മൂഡുണ്ടാവില്ല. അന്നത്തെ ദിവസം എൻ്റെ വീട് കണ്ടാലും മനസ്സിലാവും, ആകെ അലങ്കോലമായിരിക്കും. അപ്പോൾ ഈ റൂമായിട്ട് ഞാൻ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഇരിക്കുന്ന റൂം. അപ്പോൾ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കാണ്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഓരോ മൂഴും അടിച്ചൊരു സെറ്റാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വെയിറ്റ് നോക്കിയിട്ട് അപ്പോൾ 1 കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ 2 ഡാൻസ് കളിച്ചിട്ടാണ് അടിച്ചു വരുന്നത്. വെയിറ്റ് കുറഞ്ഞു എന്നുണ്ട് ഒരു സന്തോഷം. പണ്ട് ഒരു വർഷം മുന്നേ ഞാൻ വെയിറ്റ് വെക്കാൻ കാണുമ്പോഴായിരുന്നു എനിക്ക് സന്തോഷമെങ്കിൽ ഇപ്പോൾ എനിക്ക് വെയിറ്റ് കുറയുന്നത് കാണുമ്പോൾ സന്തോഷം. അങ്ങനെ ഞാനപ്പോൾ കിടക്കാൻ കുറച്ച് തുണികൾക്ക് മുകളിപ്പോൾ കൊടുന്നിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് ആവുമ്പോൾ എടുത്ത് മാറ്റും. കിടക്കുമ്പോൾ പിന്നെ കാത്തുമുള കൊട്ടയും പിന്നെ അപ്പേരെ ഫോട്ടോ തന്നെ ഉണ്ടാവാറുള്ളൂ. നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അതിന് ചെയ്യാൻ കൊടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അതെന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഫ്രെയിം ചെയ്യാൻ കൊടുക്കണം. പിന്നെ ഞാൻ വേഗം തുടച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ബാഗുകൾ വയ്ക്കാമെന്ന് വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലം പിന്നെ പണി നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വേഗം തുടച്ച് ക്ലീൻ ആക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ കാത്തു അപ്പേരെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അവനെ കാണാത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഈ സൈഡിലൊന്നും അവന് ഹെൽപ്പ് ചെയ്യാൻ കിട്ടാഞ്ഞത് തന്നെ. കാരണം ഉണ്ണി അവൻ്റെ കയ്യിലാണ്. പിന്നെ അവന് തുടക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പകുതി മുടിയൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. എനിക്കൊരു മുടിനാല് പോലും ഇവിടെ എടുക്കാൻ പാടില്ല തുട കഴിഞ്ഞതിന്. അപ്പം അതിന് ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ വർക്കിൻ്റെ ഓരോരോ ബാഗുകളുണ്ട്. 3-4 ബാഗുണ്ട് എനിക്ക് വർക്കിൻ്റെ. പിന്നെ നമ്മളെ സ്റ്റാൻഡ് ഇസ്തിരി ചെയ്യുന്ന സ്റ്റാൻഡാട്ടോ. വർക്കിൻ്റെ തന്നെയാണ്. അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചെന്നുള്ളൂ. വർക്ക് ഉണ്ടാവണവർക്ക് എനിക്ക് 4-ാം തീയതി വർക്കുള്ളേ. അതായിരിക്കും ഞങ്ങൾ ഫ്രീ ആണ്. എന്നിട്ടാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അല്ലേ. കാലത്ത് നല്ല ഉറക്കാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ കറിയും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിപ്പോൾ ഇവിടെ സോയാബീൻ വറുത്തുണ്ട് കേട്ടോ പൊന്നു. പിന്നെ ഇവിടെ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചമ്മന്തി ഉണ്ട്. പിന്നെ നമ്മുടെ ചെറുപയർ അല്ലേ ഉപ്പേരി ഉണ്ട് കേട്ടോ. അത്ര ഇനിയുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്കുള്ള ഫുഡ് കഴിക്കാം. എന്റെ കുളി കഴിഞ്ഞു കേട്ടോ. ഇല്ല പഞ്ചസാര വേണ്ട. നല്ല എരിവായിട്ടുണ്ട്. നല്ല യമണ്ട സാധനമായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ഫുഡ് അടിച്ചിട്ട് ഇനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാം അല്ലേ.
അല്ല വേണ്ടത് തന്നെ. ഇത് നമ്മളെ പണ്ടത്തെ ഫുഡിലേക്ക് എത്തി ഞങ്ങള് അല്ലേ? ആ ഫസ്റ്റ് വാടക വീട്ടില് ഇതായിരുന്നു കേട്ടാ. സോയാബീൻ വാങ്ങും, വറക്കും, സവാള, സോസ്, പിന്നെ എന്തിനൊരു ഉപ്പേരി ഉണ്ടാവും. എന്തായാലും ഞങ്ങളുടെ അന്നത്തെ ഫുഡ് ഓർമ്മകൾ ഓടച്ചൂട്ടി. യെസ്. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാം കേട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? അപ്പം ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അങ്ങനെ എൻ്റെ വീട് അടിച്ചോടെ കഴിഞ്ഞപ്പോൾ ഞാൻ കാത്തുന് ഉച്ചത്തെ ഫുഡ് കൊടുക്കാം കേട്ടാ. ആ ഈ ഡബിങ്ങിൽ ഇവരെ കളിയുടെ ശബ്ദങ്ങൾ കേൾക്കും. കാരണം അവരെൻ്റെ അപ്പുറത്ത് ഇടുന്നുണ്ട് കളിക്കാന്. ഈ ഫ്ലാറ്റിൽ വേറെ എവിടെ സ്ഥലമില്ലല്ലോ ഒരു കളിക്കാൻ. ഞാൻ ഡബ് ചെയ്യുന്ന അടുത്ത് തന്നെ വന്നിരുന്നു രണ്ടെണ്ണത്തിനും കളിക്കണം. ഞാൻ എന്ത് ചെയ്യണം, എന്നെ ശല്യം ചെയ്യാന്നുള്ളതാണ് അവരുടെ മെയിൻ ഹോബി. എന്നെ ദ്രോഹിക്കാന്നുള്ളതും. ഇവിടെ പുത്രി മാന്തിക്കൊണ്ടിരിക്കുക. ഉച്ചത്തെ ഫുഡിന് ചെറുപ്പയറുപ്പേരി ഉണ്ട്, സോയ വറുത്തുണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ വീട്ടിൽ നിന്ന് കൊടുന്ന പുളിയിഞ്ചി ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ വിശന്നിട്ടോ 2:30 ആയിട്ടാ ടൈം. വിശന്നിട്ട് ഒരു ചേട്ടൻ കിടന്ന് ഉറങ്ങി അവസാനം. ഫുഡ് കഴിക്കുക വായിരിക്കേ മേശാമിരിക്കാം. അപ്പോൾ അതാകെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ട്. കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. ഏട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഉപ്പേരിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ചെറുപയറുപ്പേരി, ഉപ്പേരും ചമ്മന്തി ഒക്കെ സൂപ്പറായിട്ടാണ് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടമായെന്ന് പറയുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുക. ഞാനങ്ങനെയാണ് ചേട്ടാ. എനിക്ക് എന്തുണ്ടാക്കി ഞാൻ ഇഷ്ടമായെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വീട്ടിലുള്ളപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ എൻ്റെ ഫുഡുകൾ തന്നെയാണ് നാം കഴിച്ചിരുന്നത്. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഫുഡൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കി. കാരണം ഞാൻ ഉണ്ടാക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ കണ്ടൻറ്റ് പോയില്ല. അമ്മയ്ക്ക് അന്നേക്ക് ഒരു ദിവസവും വീഡിയോ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ തന്നെയാണ് മെയിനായിട്ട് അടുക്കളയിൽ കയറുക. നമ്മളാരും കയറ്റില്ല, അമ്മയും അച്ഛനും കൂട്ടിയിട്ട് തന്നെ കയറുക. കാരണം അവർക്ക് വീഡിയോ എടുക്കണം കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് കയറുക. അപ്പോൾ എൻ്റെ കുക്കിംഗ് എല്ലാം ഞാൻ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി ഓരോ ദിവസമായിട്ട് ഓരോരോ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ 2 ആളും ഫുള്ളും ചോറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുളിയിഞ്ചും കാര്യങ്ങളൊക്കെ കൂട്ടി കഴിക്കാൻ. ഞങ്ങൾക്ക് പിന്നെ മുന്നോട്ടേ സോയാബീൻ വറുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കഴിക്കാത്ത ഒരാളായിരുന്നു. ഇവൻ്റെ കൂടെ കൂടിയിട്ടാണ് ഞാനത് കഴിക്കാൻ തുടങ്ങിയത്. കഴിച്ചു തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഒരു വീക്ക്നെസ്സാണ് എനിക്കത്. അപ്പം അങ്ങനെ ചോറൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ചോറുണ്ട്. ഞങ്ങൾ ടൈം ടേബിളിൽ ഇരുന്ന് കഴിക്കൽ വളരെ കുറവായിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ടൈം ടേബിളിൽ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ തണ്ണീർമത്തൻ സിനിമയാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന് ഫുൾ ടൈം ടി വി ആണ്. അവൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം ടി വി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അവൻ വേറെ എന്ത് കാര്യം നോക്കുള്ളൂ. അവൻ ടി വി പ്രാന്തനാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കാത്തുമുള്ള എഴുന്നേറ്റ് കേട്ടോ. അപ്പം ഞാൻ കാത്തുനും എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴേക്കും ഫുഡ് കഴിച്ചിട്ട് വന്നു കേട്ടോ. കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാട്ടോ. കാത്തുമോള് ഉറക്കൊക്കെ കഴിഞ്ഞ് കാത്തുമോള് ഫുൾ കളിയാണ്. അപ്പരോടെ അമ്മ കുറച്ചേരം ഉറങ്ങും, അപ്പയും മോളും കുറച്ചേരം കളിക്കും. അല്ലേ അല്ലേ?
അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഓക്കെ ബൈ ബൈ പറ. ബൈ ചാത്തു ബൈ പറഞ്ഞല്ലോ. വയ്ക്കുള്ളൂ. ബൈ 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 ബൈ